അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة അൽഹംദുലില്ലാഹ് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ഹംദൻ വബറകാതുഹു. കസീറൻ തയ്യിബൻ മുബാറകൻ കമാ യുഹിബ്ബു റബ്ബുനാ വയർദാ. الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم مرة أخرى إلى جلسات تدبر القرآن، وما زلنا نتدبر الآيات من سورة الأنعام. ووقفنا عند قوله تعالى: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن الأنعام حمولة وفرشا كلوا مما رزقكم الله ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. وسنتحدث اليوم من آية 43 بعد 100 إلى آية 46 بعد 100 إن شاء الله. 8 أزواج من الضأن 2 ومن المعز 2 قل الذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين نبئوني بعلم إن كنتم صادقين. ومن الإبل 2 ومن البقر 2 قل الذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين أم كنتم شهداء إذ وصاكم الله بهذا فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم إن الله لا يهدي القوم الظالمين. قل لا أجد فيما أوحي إلي محرما على طاعم يطعمه إلا أن يكون ميتة أو دما مسفوحا أو لحم خنزير فإنه رجس أو فسقا أهل لغير الله به فمن اضطر غير باغ ولا عاد فإن ربك غفور رحيم. وعلى الذين هادوا حرمنا كل ذي ظفر ومن البقر والغنم حرمنا عليهم شحومهما إلا ما حملت ظهورهما أو الحوايا أو ما اختلط بعظم ذلك جزيناهم ببغيهم وإنا لصادقون. നേരത്തെ പറഞ്ഞു വന്നതിന്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്. كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. ومن الأنعام حمولة وفرشا. فرشنا എന്താ പറഞ്ഞ ഫർഷ് ചെറുതായിട്ടുള്ള സസ്യങ്ങൾ. ചെറുതായിട്ടുള്ള സസ്യങ്ങളാണ്.
മൃഗങ്ങൾ ചെറിയ മൃഗങ്ങൾ. ചെറിയ മൃഗങ്ങൾ. മൃഗങ്ങൾ. ഫിറാഷ് പോലെ ഫിറാഷ് വിരിപ്പ് എന്ന് പറഞ്ഞാൽ പതിഞ്ഞത് എന്നർത്ഥം കേട്ടോ. ഹമൂലത്ത് എന്ന് പറഞ്ഞാൽ ഹംല്, ചുമന്നുകൊള്ളുക. ഇപ്പൊ ചുമക്കുന്നതെന്ന് പറയുമ്പോൾ ആ വലിയ മൃഗം. ഫർഷ് എന്ന് പറയുമ്പം ഫിറാഷ് പോലെ ഭൂമിയോട് താങ്ങ് വെക്കുന്നു, ഭൂമിയുടെ അടുത്ത് വയ്ക്കുന്നു. കുലു മിമ്മാ റസഖക്കുമുല്ലാഹ് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. അള്ളാഹ് അനുവദിച്ചിട്ടൊക്കെ തിന്നോളുക, പിശാചിനെ പിന്തുടരരുത്. ലഹു ലക്കും അദുവ്വുൻ മുബീൻ. അവൻ ശത്രുവാണ് എന്ന കാര്യം വ്യക്തമാണ്. സമാനിയത്ത് അസ്വാജ്. ഈ പറഞ്ഞ മൃഗങ്ങൾ സമാനിയത്ത് അസ്വാജ്, ഹലാലാക്കിയ മൃഗങ്ങളെ കുറിച്ച് പറയാം. 8 ജോഡികളാണ്. അസ്വാജ് എന്ന് പറയുമ്പോൾ സൗജ്, ഇണ, കപ്പിൾ. ഇപ്പൊ എന്താണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ജോഡി. സമാനിയത്ത് അസ്വാജ്. അപ്പൊ ഈ സംഖ്യകളൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന് അടുത്തുള്ള പദപ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ 2 ഭാഗം, പാർട്ട് 1ഉം 2ഉം പഠിച്ചവർക്കാണെങ്കിൽ അതിന്റെ സംഖ്യയുടെ പ്രയോഗങ്ങൾ മനസ്സിലാവും, എളുപ്പത്തിൽ മനസ്സിലാവും. സമാനിയത്ത് 10 വരെ, 1ഉം 2ഉം കഴിഞ്ഞാൽ പിന്നെ 3 മുതൽ 10 വരെ സംഖ്യയുടെ ശേഷം ബഹുവചനമായിരിക്കും വരിക. സംഖ്യയുടെ ശേഷമുള്ളതിന് എസ്രായിരിക്കും വരിക. പിന്നെ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ജെൻഡറിലായിരിക്കും വരിക. ഓപ്പോസിറ്റ് ജെൻഡർ എന്ന് പറയുമ്പോൾ ഇവിടെ സൗജിനെയാണ് പരിഗണിക്കുന്നത്. സൗജ് എടുത്തിട്ടാണ് സമാനിയത്തിന് ഓപ്പോസിറ്റ് ജെൻഡറിലാണ് ഉള്ളത്. എന്നിട്ട് അസ്വാജ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അസ്വാജ് ബഹുവചനല്ലേ, സമാനിയത്ത് സ്ത്രീലിംഗം അല്ലേ എന്ന്. അപ്പൊ സ്ത്രീലിംഗം ബഹുവചന സ്ത്രീലിംഗമാണെന്ന്. അങ്ങനെയല്ല, മറിച്ച് ഏകവചനത്തിനാണ് എണ്ണാൻ വേണ്ടി എടുക്കുന്നത്. എടുത്തിട്ട് എന്ത് ചെയ്യും? എണ്ണം പറയുമ്പോൾ ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് അതിന് കസ്റയാണ്. സമാനിയത്ത് അസ്വാജ്. അങ്ങനെയാണ് സമാനിയത്ത്. സൗജ് പുല്ലിംഗമായതുകൊണ്ടാണ് സമാനിയത്ത് സ്ത്രീലിംഗമായിട്ട് വരും. സമാനിയത്ത് എന്ന് പിന്നെ എണ്ണുമ്പോൾ 3 മുതൽ 10 വരെ ബഹുവചനമാണ് പറയേണ്ടത്. സമാനിയത്ത് അസ്വാജ്. من الضأن 2 ومن المعز 2. ضأനും മഅസും എന്താണ്? രണ്ടും ആട് തന്നെയാണ്. ضأൻ എന്താണ്? ضأന് കമ്പിളി രോമത്തിനുള്ളതാണ്. ചെമ്മരിയാട് അല്ലേ? അതെ, കമ്പിളി രോമത്തിന് ഉപയോഗിക്കുന്നതാണ് ضأൻ. മഅസാണ് സാധാരണ രോമമുള്ളതാണ്. ചെമ്മരിയാടും കോലാടും എന്നൊക്കെ പറയാം. ചെമ്മരിയാടെന്ന് കോലാടെന്നൊക്കെയാണ് മലയാളത്തിൽ എഴുതിയത്. രണ്ടെന്താണ്? 2 തരം ആടുകളാണ്. ഒന്നിന് അപ്പൊ അങ്ങനെ നിങ്ങൾ അപ്പൊ നമുക്കറിയാം, ഞാൻ ഗൾഫിൽ ചെന്നപ്പോഴേ ഒരു ഗ്രാമീണ വീട്ടിൽ ചെന്നപ്പോഴേ അവര് ഇതിരിക്കുകയാണ്. അവര് ഈ ചെമ്മരിയാടിനെ വളർത്തുന്നവരാണ്. അവരിയ്ക്കുന്ന തണുപ്പുള്ള സമയങ്ങളിൽ, ഞാൻ ചെന്ന സമയത്ത് തണുപ്പായിരുന്നു, തണുപ്പുള്ള സമയങ്ങളിൽ അവർ ഇരിക്കുന്ന സ്ഥലം എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ആടിന്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ തോലിൽ എന്തുണ്ട്? രോമമുണ്ട്. അതിനുണ്ടാക്കിയിരിക്കുക. അപ്പൊ അത് നിങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു, കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ളതായിരുന്നാലും അല്ലാത്തതായിരുന്നാലും. അപ്പൊ അങ്ങനെയുള്ള 2 ഇനങ്ങൾ, അങ്ങനെയുള്ള ഒരു ജോഡി, അല്ലാത്ത ഒരു ജോഡി. മിന ദ്ദഅനി 2 വമിനൽ മഅസ് 2. ഖുൽ അസ്സകറൈനി. ഈ പറഞ്ഞ 2 ജക്കറൈനി, 2 ആൺവർഗത്തെയാണോ അള്ളാഹ് ഹറാമാക്കിയത്? ഹറമ അമിൽ ഉൻസയൈൻ, അല്ല പെണ്ണിനെയാണോ ഹറാമാക്കിയത്? അമ്മ ഇഷ്തമലത്ത് അലൈഹി അർഹാമുൽ ഉൻസയൈൻ. അല്ല, ഇഷ്ടമല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? പങ്കുചേർന്ന ഉൾക്കൊണ്ടു. അർഹാം
അർഹാം ഗർഭപാത്രം. ആ ഗർഭപാത്രം നിങ്ങൾ ബഹുവചനാണ്. റഹിമുൻ അർഹാം. ആ അതല്ല അതിന്റെ അതിലെ പെണ്ണുങ്ങളുടെ ഉൻസയയും ഇതിന് രണ്ട് പെണ്ണുങ്ങളുടെയും വൈന്റെയും മാജിന്റെയും പെണ്ണുങ്ങളുടെ ഗർഭപാത്രത്തിന് അകത്തുള്ളതാണോ അള്ളാഹ് ഹറാമാക്കിയത്? അതായത് നേരത്തെ പറഞ്ഞല്ലോ, അവരെ സ്വന്തം ജൽപ്പന പ്രകാരം ചിലതിനെ പെണ്ണുങ്ങൾക്ക് തിന്നാം, ചിലതിനെ പെണ്ണുങ്ങൾക്ക് തിന്നാൻ പാടില്ല. ഇനി പെണ്ണുങ്ങൾക്ക് നേർച്ചയാക്കി ഇട്ടതിനെ പെണ്ണുങ്ങൾക്ക് തിന്നാം, അല്ല തിന്നുന്നതും തിന്നാൻ പാടില്ലാത്തതുകൊണ്ട് ഇനി അങ്ങനെ പെണ്ണുങ്ങൾക്ക് തിന്നാൻ പാടില്ലാത്തതിനെയും അല്ല അതിലെ ഗർഭപാത്രത്തിലുള്ളതിന് തിന്നാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് തിന്നാൻ പാടില്ല. അതിന്റെ ഗർഭപാത്രത്തിലുള്ളതിന് അഥവാ അത് പ്രസവിക്കുന്നതിന്. ഇനി അത് പ്രസവിക്കുന്ന സമയത്ത് ചാപ്പിളയായിട്ടാണ് വരുന്നതെങ്കിൽ, പ്രസവിച്ച സമയത്ത് മരിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ ആണുങ്ങൾക്കും തിന്നാം പെണ്ണുങ്ങൾക്കും തിന്നാം. അങ്ങനെയായിരുന്നു അവരുടെ നിയമം. അവര് തുടർന്ന് പോന്നിരുന്ന നിയമങ്ങൾ, ആചാരപ്രകാരം അവർ സ്വീകരിച്ച ഉപചാരങ്ങൾ, അതായിരുന്നു അവരുടെ മതമായി അവർ അംഗീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത് അമ്മസ്തമനത്ത് അലൈഹി അർഹാമുൽ ഉൻസയൈൻ. അപ്പൊ ഇതിൽപ്പെട്ട ആണിനെയാണോ അള്ളാഹ് വിലക്കിയത്, അല്ല പെണ്ണിനെയാണോ തിന്നാൻ വിലക്കിയത്, അല്ല അതിന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെയാണോ അള്ളാഹ് തിന്നാൻ വിലക്കിയത്? നബ്ബിഊനി. അപ്പം നബ്ബ അറിയിച്ചു, അലമ എന്ന് പറയുന്ന അതേ അർത്ഥമാണ്. നബ്ബ അലമ അറിയിച്ചു, അല്ലമ അറിയിച്ചു, നബ്ബ അറിയിച്ചു, എല്ലാം ഒരേ അർത്ഥമാണ്. അപ്പൊ നബ്ബിഊനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അപ്പൊ നബ്ബിഊനി എന്ന് പറഞ്ഞതിൽ ഫിഅലുണ്ട്, ഫായിലുണ്ട്, മഫ്ഊൽ ബിഹി ഉണ്ട്. നബ്ബ എന്ന ഫേല്, പിന്നെ നബ്ബി എന്ന കൽപ്പനക്രിയ, അതിനകത്ത് നബ്ബിഊ എന്ന് പറഞ്ഞുകൊണ്ട് അൻതുമുണ്ട്. പിന്നെ യാ ഉൽ മുത്തകല്ലിമാണെന്ത്? മഫ്ഊൽ ബിഹി. പിന്നെ നൂൻ എന്താണ്? നൂനുൽ വിഖായ. നൂനുൽ വിഖായ. നബ്ബിഊ എന്നതിന്റെ ആ അടയാളം നിലനിർത്തുന്നതിന്, അക്ഷരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് യാ വരുമ്പോഴത്തേക്ക് അതിന്റെ അക്ഷരം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നൂൻ എന്ത് ചെയ്യുന്നത്? സേഫ്റ്റി നൂനായിട്ട് ചെയ്യുന്നത്. എന്നിട്ട് പറയും നബ്ബിഊനി, പറഞ്ഞു തരൂ. അപ്പൊ ഇതെന്താണ്? കടുപ്പമുള്ള അക്ഷരം അല്ലേ? നബ്ബിഊനി, പറഞ്ഞു തരൂ. കടുപ്പമുള്ളപ്പോ അല്ലമയുണ്ട്, നബ്ബയുണ്ട്. അപ്പൊ എന്താണ്? നബ്ബ പറയുമ്പോഴത്തേക്ക് എന്താണ്? അതിന് സ്ട്രെങ്ത് കൂടുതലാണ്. നബ്ബിഊനി, പറഞ്ഞു തരൂ. ബി ഇൽമിൻ, എങ്ങനെ പറഞ്ഞു തരേണ്ടത്? വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇൽമിൻ, വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ, നോളജിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞു തരൂ. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല. ഞങ്ങളങ്ങനെ കേട്ടിട്ടുണ്ട്, ഞങ്ങളങ്ങനെ ആചരിച്ചു വരുന്നു, അങ്ങനെയല്ല. മറിച്ച് എന്തായിരിക്കണം? നിങ്ങൾ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്താണ്? ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. കുന്തും സ്വാദിഖൂൻ എന്ന് പറയായിരുന്നു എന്താ? കാനയുടെ രണ്ടാം കാനയുടെ ഖബറാണ്. ഇപ്പൊ നമ്മള് ഖബർ എന്നാ പറയാ. പക്ഷെ നിങ്ങൾ ജൂനിയേഴ്സിനെ പഠിപ്പിക്കുകയാണെങ്കിൽ കാന രണ്ടാം ഭാഗം പറഞ്ഞു. കാനയുടെ ഖബറാണ്. കാനയുടെ ഇസ്മയോടെ ഉണ്ട്. അപ്പോഴും കുന്തുമിൽ അൻതുമാണ്. കുന്തുമിന് അകത്തുള്ള ലമീറാണ്. ലമീറാണ് അതിന്റെ ഇസ്മ. കുന്തും, നിങ്ങൾ ആണെങ്കിൽ, എന്താണെങ്കിൽ, സത്യസന്ധരാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് സത്യസന്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറഞ്ഞു. നബ്ബിഊനി ബിഇൽമിൻ ഇൻ കുന്തും സ്വാദിഖീൻ. ഇഷ്തമലത്ത് അലൈഹി എന്ന് പറയുമ്പോ അലൈഹി, അതിന്റെ മേൽ, അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇഷ്തമലത്ത് അലൈഹി അർഹാമുൽ ഉൻസയൈൻ. ഇനി അലൈഹി മുൻകടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്തമലത്ത് അർഹാമു എന്നാണ്. അലൈഹി അലൈഹ പുല്ലിംഗ് അങ്ങനെ വരുന്നു.
ഇവിടെ വേറെ സംശയമുണ്ട്. ഇവിടെ കുൽ ആദക്കറൈനിന്ന് അവിടെ ആന്ന് ആ ആ ആ കേട്ടിട്ടുണ്ട്. ആ ആ ആ ആ ജക്കറിനിക്ക് എന്താ നിയമം? അത് അസക്കറാണ്. അസക്കർ രണ്ടലിഫ് ആണോ? ഇടുക അല്ലേ? ആ രണ്ടല്ലേ? അദ്ദക്കറു എന്നാണ്. അദ്ദക്കറു അസക്കർ. ജക്കർ. ജക്കർ എന്ന് ഈ പറഞ്ഞാൽ നീ പുരുഷൻ അല്ലെങ്കിൽ മെയിൽ. എന്നിട്ട് എന്ത് ചെയ്തതാണ്? ആ വന്നു. അപ്പൊ ഹംസിന് ശേഷം അലിഫാണ്, അതായത് ഹംസത്തുൽ വസിലാണ് വന്നത്. ഹംസത്തുൽ വസിലാണ്. അദ്ദക്കറിന്റെ അലിഫ് എന്താണ്? ഹംസത്തുൽ വസിലാണ്. ഹംസത്തുൽ വസിലാണ്. അപ്പൊ എങ്ങനെ ഉച്ചരിക്കും? ഹംസും പിന്നെ അദ്ദക്കർ എന്ന് പറയാ പോരാ. ആ അപ്പൊ അതുകൊണ്ടാണ്, അത് ക്ലിയർ ആകാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ്, എത്ര ഹർക്കത്ത് നീട്ടണം? 6 ഹർക്കത്ത് നീട്ടണം. 6 ഹർക്കത്ത് നീട്ടണം. 2, 4, 6 ഒന്നുമില്ല, 6 ഹർക്കത്ത് നീട്ടണം കേട്ടാ. ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ വരുന്നു? അതെ. എന്താണ്? ഹർഫ് ഇസ്തിഫ്ഹാം, ചോദ്യത്തിന്റെ അക്ഷരം. ചോദ്യങ്ങളുടെ പദങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്തിഫ്ഹാം, ആ, അയ്യു, ഹൽ. ആണോ ഉണ്ടോ എന്നുള്ള അർത്ഥത്തില് ആ, ഹൽ. ഹല്ലും ആയും ഒരേ അർത്ഥമാണ്. ആണോ ഉണ്ടോ. പിന്നെ മൻ, മ, മത്ത, ഇതൊക്കെ ചോദ്യത്തിന്റെ പദങ്ങളാണ്. അപ്പൊ ഇവിടെ ആ, ആണോ ഉണ്ടോ. അസ്സക്രൈൻ ഇസ്തമലത്ത് എന്ന് പറയുമ്പോ അതിന് അലൈഹി എന്നുള്ള അത് വന്നതാണ് സംശയം. ഇസ്തമലത്ത് അലൈഹ അങ്ങനെ വരുമ്പോ അലിഹല്ല. ആ അലിഹിയുടെ ലമീർ എങ്ങോട്ടാ മടങ്ങുമെന്ന് ഞാൻ പറഞ്ഞില്ല. നബ്ബിഊനി ബിഇൽമിൻ ഇൻ കുന്തും സാദിഖീൻ. ഒമിനൽ ഇബിലി, ഇബിലിന് വേണ്ടി ഇസ്നൈൻ, ആണും പെണ്ണും. ഒമിനൽ ബക്കരി, ബക്കറിലും ഉണ്ട് ഇസ്നൈൻ, ആണും പെണ്ണും. അപ്പം ബക്കർ എന്ന് പറഞ്ഞ സൂറത്തുൽ ബക്കറത്തെ ബക്കറയിൽ പറഞ്ഞത് അൽ ബക്കറത്ത് എന്നാണ് അല്ലേ? തസ്ബഹു ബക്കറത്തൻ, ഇവിടെ ബക്കർ എന്നാ പറയുന്നത്. വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തസ്ബഹു ബക്കറ അല്ലെങ്കിൽ ബക്കറത്തൻ. ഇവിടെ തായുണ്ട്, ഇവിടെ തായില്ല. ബഹുവചനമാണ്. മറ്റത് മുഫ്രദും ജമും. മുഫ്രദും ജമ്മു അല്ല യഥാർത്ഥത്തിൽ. മുഫ്രദും ജമ്മു എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. ബക്കറത്തുൻ എന്ന് താഴുള്ളത് പദം വരുമ്പോൾ എന്താണ് അത്? ഒരു പശു എന്ന അർത്ഥത്തിൽ ഏകവചനം ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. ബക്കർ എന്ന് പറയുമ്പോൾ അതെന്താണ്? കളക്റ്റീവ് നൗണാണ്. പശു എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ എന്താണ്? ഗോക്കൾ, പശുക്കൾ എന്ന അർത്ഥത്തിൽ. പശുക്കൾ എന്ന് പറയുമ്പം ഒരു പശുവാണോ, 2 പശുവാണോ, 3 പശുവാണോ എന്നുള്ള പശു എന്ന ഇനം, ഒരു വിഭാഗം എന്നുള്ള ആ ഇനത്തെ പരിക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹബ്ബത്ത് എന്ന് പറയുമ്പോൾ ഏകവചനമാണ്. ഹബ്ബ് എന്ന് പറയുമ്പോൾ ധാന്യം എന്ന അർത്ഥത്തിൽ പൊതുവിൽ പറയുന്നത്. ഇവിടെ ഉസ്താദ് എന്തുകൊണ്ട് ജമൽ എന്ന് ഉപയോഗിച്ചില്ല, ഇബിലി എന്ന് പറഞ്ഞു? ഇബിലെന്ന് എന്താ പറഞ്ഞത്? നമ്മൾ മുമ്പ് എവിടെ ഇബില് ജമലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, നാക്കത്ത് പറഞ്ഞപ്പോഴ്. ഉണ്ട് നാക്കത്ത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേകിച്ച് വല്ല കാരണം ഉണ്ടാ ജമല് എന്ന് പറയാൻ? അല്ല, ഇബിലി എന്ന് പറയാൻ? ഇബിലെന്താണ്? ഇബിലിന്റെ അർത്ഥം എന്താ? ഒട്ടകം. കോമൺ ആണ്. ജമൽ എന്താ? ജമലും ഒട്ടകം തന്നെ. അപ്പൊ നാക്കത്ത് എന്താണ്? നാക്കത്ത് പെണ്ണൊട്ടകം. അപ്പൊ ഇബില് കോമൺ ആയിട്ടുള്ള. അപ്പൊ ആണൊട്ടകത്തിന് എന്ത് പറയും? ആണൊട്ടകം ജമല്, പെണ്ണൊട്ടകം നാക്കത്ത്, ഇബില് ഒട്ടകം. ഇബില് നേരത്തെ പറഞ്ഞ ബക്കറത്ത് എന്ന് പറയുമ്പോൾ ഒന്നിനെ കുറിച്ച് പറയുന്നു. ബക്കർ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് പറഞ്ഞു. അപ്പൊ ബക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് അതില് പിന്നെ എന്തായി? സൗറും ബക്കറത്തും പെട്ട്.
ഉം. സൗറും പെട്ട് ഉം. ബക്കറത്തും പെട്ട്. അൽ ബക്കർ ബക്കറുൻ എന്ന് എന്ന് പറയും. പറയല്ലേ, ബക്കറുൻ ബക്കറാന്ന് പറയാല്ലേ. ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല നിങ്ങള്. അത് കേട്ടു ബക്കറുൻ എന്ന് പറയാവോ, പൊതുവിള്ളിനല്ല. ബക്കറുൻ. ബക്കർ എന്ന് പറഞ്ഞാൽ ഗോക്കൾ. അപ്പൊ അതിനകത്ത് അതെ സൗറും പെട്ട്. സൗർ അറിയാമല്ലോ. അതെ. സൗർ സൗറ് എന്താ? കാള. 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 കാളയും പെട്ട് ബക്കറത്തും പെട്ട്. ബക്കറത്തുൻ. പശുവും പെട്ട് ബക്കറും പെട്ട്. ഉം. ബക്കർ പശുവും പെട്ട് കാളയും പെട്ട്. അൽ ബക്കറു എന്ന് പറയുമ്പോൾ പശുവർഗം, അതിന്റെ മെയിലും ഫീമെയിലും പെട്ട് കോമൺ ആയിട്ട് പറഞ്ഞു. ബക്കറത്തിൻ എന്ന് പറയുമ്പോൾ ഒന്നാണ്, അതില് ഫീമെയിലുമാണ്. ഇബിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇബിൽ എന്ന് പറയുമ്പോൾ ഒട്ടക വർഗം. ഉം. ജമൽ എന്ന് പറയുമ്പോൾ മെയില്, നാക്കത്ത് ഫീമെയിൽ. ഉം. അതുകൊണ്ട് അഫലായ ഇബിലി എന്ന് പറഞ്ഞു, ഇതിലെ നാക്കത്തി എന്നോ ഇതിലെ ജമലി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ? ഇബിൽ എന്ന് പറയുമ്പോൾ നാക്കത്തും ജമലും എല്ലാം പറ്റും. ഉം. ഓക്കെ. അമിനൽ ബക്കരി ഇസിനൈൻ. ഇത് വീണ്ടും ചോദിക്കുകയാണ്, ഇബിലിൽപ്പെട്ട ആ ഹറമ അമിൽ സയ്യൈൻ, അതിലെ ആണിനെയാണോ ഹറാമാക്കിയത് അല്ല പെണ്ണിനെയാണോ ഹറാമാക്കിയത്? അമ്മസ്തമലത്ത് അലൈഹി അർഹാമുൽ ഉൻസയൈൻ, അതല്ല അതിവിടെ അർഹാമ് ഉള്ളതാണോ, ഗർഭപാത്രത്തിലുള്ളതിനെയാണോ, ആ കുഞ്ഞിനെയാണോ ഹറാമാക്കിയത്? ഇതിന് ചോദിക്കുകയാണ്, അം കുന്തും ശുഹദാ, നിങ്ങൾ ഷഹീദായോ? ഷഹീദാന്ന് വെച്ചാൽ സാക്ഷിയാണ്. നിങ്ങൾ സാക്ഷിയായിരുന്നു. അം കുന്തും ശുഹദാ. ഇപ്പൊ ശുഹദാ എന്തുകൊണ്ടാണ് നസ്ബിയപ്പെട്ടത്? നേരത്തെ പറഞ്ഞ കാരണം. ഒബ്ജക്റ്റിന്റെ എന്തോ ഒബ്ജക്റ്റ്? കാനിയുടെ ഖബർ. കാനയുടെ ഖബറാണ്. ഓക്കെ. കുന്തും നിങ്ങളായിരുന്നു ശുഹദാ, സാക്ഷികളായിരുന്നു. കാന വരുമ്പം ഖബർ ഒബ്ജക്റ്റ് അല്ല നോക്കേണ്ടത്. കാന ഫെയിലാണ്. കാന വരുമ്പോൾ ഫെയിലിന്റെ ഫാലും ഫെയിലിന്റെ ഫാലും മഫൂലല്ല നോക്കേണ്ടത്. മറിച്ച് എന്താണ്? ഇസ്മും ഖബറുമാണ് നോക്കേണ്ടത്. ഇസ്മു കാനയും ഖബർ കാനയാണ് നോക്കുന്നത്. ഫെയിലും മഫൂലല്ല, ഫാലും മഫൂലല്ല നോക്കുന്നത്. ഇത് വസ്സാക്കുമുല്ലാഹു ബിഹാദ. എന്താ വസ്സ എന്ന് പറഞ്ഞാല്? വസിയത്ത് ചെയ്യല്ലേ. എന്താ വസിയത്ത്? അന്തിമോപദേശം. അന്ത്യോപദേശം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയാ? ഒറ്റ വാക്കില് വസിയത്ത്. കൽപ്പന. കൽപ്പന. അന്ത്യ ഇവിടെ എന്തല്ല, ഇവിടെ വസിയത്തല്ല എന്ന് മനസ്സിലായല്ലോ. അള്ളാഹ് ഹറാമാക്കിയതിനെയും ഹലാലാക്കിയതിനെ കുറിച്ചാണ് ഇവിടെ വിഷയം. അപ്പൊ അള്ളാഹ് ഹറാമാക്കിയപ്പോൾ, അള്ളാഹ് കൽപ്പിച്ചപ്പോൾ നിങ്ങൾ സാക്ഷിയായിട്ടുണ്ടായിരുന്നോ? ഇതാണ് ചോദ്യം. അള്ളാഹ് കൽപ്പിച്ചപ്പോൾ നിങ്ങൾ അതിന് സാക്ഷിയായിരുന്നോ? അത് നിങ്ങൾ സന്നിഹിതരായിരുന്നോ എന്നാണ് ചോദ്യം. അതുപോലെ വസ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? കൽപ്പന എന്നാണ് അർത്ഥം. അപ്പൊ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നിടത്തൊക്കെ ഈ വസ്സ എന്ന വാക്ക് നിങ്ങൾ കൽപ്പന എന്ന വാക്ക് യോജിക്കുമെന്ന് നോക്കണം. ശാറലക്കും മിനദ്ദീനി മാ വസ്സ ബിഹി മൂസ, ശാറലക്കും മിനദ്ദീനി മാ വസ്സ ബിഹി ഇബ്രാഹിം വഈസ, ഇബ്രാഹിം മൂസ വഈസ അൻ അഖീമുദ്ദീൻ. അഖീമുദ്ദീൻ എന്നത് വസ്സ, കൽപ്പിച്ചു എന്നാണ്. അതേപോലെ വസീയത്ത് എന്ന് പറയുമ്പോൾ, മരിക്കാൻ കിടക്കുന്നയാളെ വസീയത്ത് എന്ന് പറയുമ്പോൾ ആ വസീയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ലംഘിക്കാൻ പാടില്ലല്ലോ. വസീയത്ത് ലംഘിക്കാൻ പാടില്ല. അപ്പൊ വസ്സ എന്ന് പറഞ്ഞതൊക്കെ എന്താണ്? കൽപ്പന എന്നാണ്. അന്തിമ ഉപദേശം നമ്മൾ അങ്ങനെ പറയാൻ കാര്യം എന്താ? വസ്സായ്ക്ക് ഉപദേശം എന്ന് അർത്ഥമുണ്ട്. അതെന്താണ്? ഫൈനലാണ്, കനോട്ട് ബി ചേഞ്ച്. ഇവിടെ അത് വ്യക്തമാണ്. ഇവിടെ അള്ളാന്റെ കൽപ്പന എന്നാണ്. അള്ളാഹ് കൽപ്പിച്ചപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് ശുഹദാ ഇത് വസ്സാക്കും അല്ലാഹു ബിഹാദ, അത് സ്ട്രോങ് ആയിട്ട് സിവിയർ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഉണ്ടായിരുന്നു അവിടെ? അള്ളാഹ് കൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും കൃത്യമായിട്ട് പറയാൻ വേണ്ടി അള്ളാഹ് ഞങ്ങളോട് കൽപ്പിച്ചതാണ് അങ്ങനെയെന്ന്.
ഫമൻ എന്നിട്ട് ചോദിക്കാൻ ഫമൻ അസ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ, അള്ളാന്റെ മേൽ കള്ളം ഇഫ്തറ, എന്താണ് ഇഫ്തറ? വെട്ടിച്ചമച്ചു. കെട്ടിച്ചമച്ചവനേക്കാൾ മൻ അസ്ലമു, അക്രമിയായി, അതിനേക്കാൾ അക്രമി വേറെ ആരാ ഉള്ളത്? അതിനേക്കാൾ അക്രമി വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ അക്രമി. അള്ളാന്റെ മേൽ കെട്ടിച്ചമച്ച, കള്ളം കെട്ടിച്ചമച്ചതിനേക്കാൾ വലിയ അക്രമി വേറെ ആരാ ഉള്ളത് എന്ന് ചോദിച്ചാൽ വേറെ ആരും ഇല്ല എന്നർത്ഥം. ഒരാളെന്ന് പറഞ്ഞാൽ ഇസ്തിഫ്ഹാമിന്റെ ചോദ്യമല്ല, മറിച്ച് എന്നാൽ മൻ അസ്ലമു എന്ന് പറഞ്ഞാൽ ആരാണ് അക്രമി എന്ന്, ഏറ്റവും വലിയ അക്രമി എന്ന് ചോദ്യമല്ല, മറിച്ച് എന്താണ് അത് എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള പ്രസ്താവനയാണ്. അതിനേക്കാൾ അക്രമിയായിട്ടുള്ളവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവനാണ് ഏറ്റവും വലിയ അക്രമി എന്നർത്ഥം. അള്ളാന്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവനാണ് ഏറ്റവും വലിയ അക്രമി. എന്തിനു വേണ്ടിയാണ് കള്ളം കെട്ടിച്ചമയ്ക്കുന്നത്? യുദില്ലന്നാസ, ജനങ്ങളെ വഴിതെറ്റിക്കാൻ. വഴിതെറ്റിക്കാൻ. ബിഗൈരി ഇൽമിൻ, ബിഗൈരി ഇൽമിൻ, ഇൽമില്ലാതെ, ഒരു വിവരവും ഇല്ലാതെ ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി അള്ളാന്റെ മേൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവനാണ് ഏറ്റവും വലിയ അക്രമി. അങ്ങനെയുള്ള ദുൽമി ചെയ്യുന്നവരെ അള്ളാഹ് നേർവഴിയിലേക്ക് നയിക്കുകയില്ല. എന്താണ്? ദുൽമി ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വിഭാഗമുണ്ട്, അവരൊരിക്കലും നേർവഴിയിലേക്ക് എത്തൂല. അതേസമയം അബദ്ധത്തിൽ കാരണം പറഞ്ഞ് ആചരിച്ചു പോന്നിരുന്ന ചര്യകൾ ആചരിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ടാവും. അവർക്കൊരു സുപ്രഭാതത്തിൽ ബോധോദയം ഉണ്ടാകുമ്പോൾ അവരതിൽ നിന്ന് പിന്മാറും. അതേസമയം മനഃപൂർവ്വം വരക്ക് കുഴപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇതുകൊണ്ട് നേട്ടം ഉണ്ടാക്കണം, സ്വാർത്ഥ താല്പര്യം, അതേപോലെ എനിക്ക് എൻജോയ് ചെയ്യണം, എന്ത് വന്നാലും കുഴപ്പമില്ല, എനിക്ക് സുഖിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവര് ഒരിക്കലും തിന്മയിൽ നിന്നും പിന്മാറുകയില്ല. നമുക്ക് ഖുറൈശികൾ ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാവും. ഉത്ബത്തും ഷൈബത്തും അബൂജഹലും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. അബൂജഹലിന്റെ മക്കള് മാറിയിട്ടുണ്ട്, അതേപോലെ അബൂ സുഫിയാൻ മാറിയിട്ടുണ്ട്, ഉമർ ബിൻ ഖത്താബ് മാറിയിട്ടുണ്ട്, ഖാലിദ് ബിൻ വലീദ് മാറിയിട്ടുണ്ട്, എന്തിനധികം വഹ്ശി മാറിയിട്ടുണ്ട്, ഇക്രിമ, വഹ്ശി മാറിയിട്ടുണ്ട്, അതേപോലെ അത് ചെയ്ത ഹിന്ദും മാറിയിട്ടുണ്ട്, അല്ലേ? അതേസമയം അപ്പൊ എന്താണ് അവരെ സംബന്ധിച്ച് അവര് ഈ തിന്മയിൽ അഭിരമിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചോളം അവർ മാറില്ല. അതേസമയം അല്ലാത്ത ചില ആൾക്കാർ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അവരെന്തല്ല അതിൽ രൂഢമൂലമായി അത് ഉപയോഗിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കണമെന്നും തങ്ങൾക്ക് സ്വാർത്ഥ താല്പര്യം ഉണ്ടാക്കണമെന്നും അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആഗ്രഹിച്ചവരാണെങ്കിൽ ഉത്തുബത്തിനെയും ഷേബത്തിനെയും അബൂജഹലിനെയും പോലെ അവിടെ തന്നെ നടക്കും. അതല്ലാത്തവരാണ് ചില സാഹചര്യത്തിന്റെ അല്ലെങ്കിൽ സന്ദർഭത്തിന്റെ താല്പര്യം കാരണം അതിൽ പെട്ടുപോയ ആൾക്കാരാണ് അതിൽ നിന്ന് പിന്മാറുന്നത്. അപ്പൊ ഇവിടെ ലാഹിദുൽ ഖൗമ ളാലിമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ തിന്മയിൽ അഭിരമിക്കാൻ വേണ്ടി വിചാരിച്ചവര് അവരെ അങ്ങനെ അള്ളായിട്ട് മാറ്റില്ല. അല്ലാത്തവർക്ക് എന്ത് ചെയ്യും? വഴി കാണിച്ചു കൊടുക്കും, ഉള്ള ഓപ്ഷൻ കൊടുക്കും, മറ്റുള്ളവർക്ക് അതിലേക്ക് പോകാൻ ഉള്ള ഓപ്ഷൻ ആയിരിക്കും കൊടുക്കുക. അപ്പൊ ഇവിടെ ഇൽമിന്റെ ഒരു വിഭാഗം പറയുകയാണ്. നബിഉനി ബിഇൽമിൻ എന്നാണ് പറഞ്ഞത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുമെന്നാണ്. എന്നിട്ട് റസൂലിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഖുൽ ലാ അജിദു, ഞാൻ കാണുന്നില്ല, ഫീമാ ഊഹിയ ഇലയ്യ, എനിക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടത്. ദിവ്യബോധനം എന്നതാണ് അവർ അംഗീകരിച്ചു വന്നിരുന്ന ഒരു സംഗതി കൂടിയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയുടെ സന്തതി പരമ്പരയാണല്ലോ, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണെന്നാണല്ലോ അവർ അവകാശപ്പെട്ടിരുന്നത്. എന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. അപ്പോ അവര് പറയുകയാണ്, അങ്ങനെ റസൂലിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, അങ്ങനെ
വഹി ദൂതന്മാർക്ക് ലഭിച്ച വഹി പോലുള്ള വഹി എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ വഹിയുടെ അടിസ്ഥാനത്തിൽ ഞാനൊന്നും കാണുന്നില്ല. ഫീമാ ഊഹിയ ഇലയ്യ. അവിടെ എന്താണ് ഊഹിയ എന്ന് പറയുമ്പോൾ എനിക്ക് വഹി നൽകപ്പെട്ടു. അതിന്റെ കൂടെ ഊഹിയയുടെ കൂടെ ഔഹ ഇല എന്ന പ്രിപ്പോസിഷൻ വേണം. അതുകൊണ്ടാണ് ഇല എന്ന പ്രിപ്പോസിഷൻ കൊടുത്തത്, അവ്യയം. എന്നിട്ട് അത് എന്താണ് എങ്ങോട്ട് എന്നത് ഇലയുടെ ഇലൈഹി എന്നോ ഇലൈഹിം എന്നോ ഇലയുടെ ചേരം എന്ന സംഭവം വേണമല്ലോ. അപ്പൊ അതാണ് ഇലയ്യൽ എന്തുണ്ട്, ഇലയ്യൽ എന്തുണ്ട്, യാഉൽ മുത്തക്കല്ലിമുണ്ട്. യാഉൽ മുത്തക്കല്ലിം ഇലയ്യ. അപ്പൊ എനിക്ക് ബോധനം നൽകപ്പെട്ടതിൽ ഞാൻ കാണുന്നില്ല. എന്തായിട്ട് കാണുന്നില്ല? മുഹറമൻ. അപ്പൊ മുഹറമിന് എന്താണ് നസ്ബ് വരാൻ കാരണം? ഹാലൊന്നുമില്ല. മഫൂലും ബിഹി. ഏതിന്റെ മഫൂലും ബിഹി? ഊഹിയക്ക് പിന്നെ മഫൂലും ബിഹി ആണോ? ഊഹിയക്ക് മഫൂലും ബിഹി വരാം. അതെപ്പോഴാണ്? ഊഹിയ എന്ന് പറഞ്ഞാൽ അത് രണ്ട് മഫൂലും ബിഹി ആവശ്യമുള്ള സംഭവം. അപ്പോൾ എന്താണ് മജ്ഹൂലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തത് മഫൂലും ബിഹി ആയിട്ട്, രണ്ടാമത്തെ മഫൂലും ബിഹി ആയിട്ട് വരാം. ഇവിടെ എന്തല്ല, ഔഹ എന്ന് പറഞ്ഞത് രണ്ട് മഫൂലും ബിഹി ആവശ്യമുള്ളതല്ല. അജിദു എന്നതിന് മഫൂലും ബിഹി വേണം. ഞാൻ കാണുന്നില്ല. എന്ത് കാണുന്നില്ല? മുഹറമായിട്ട് കാണുന്നില്ല, മുഹറമിനെ കാണുന്നില്ല, ഹറാമാക്കപ്പെട്ടതിനെ കാണുന്നില്ല. അജിദു മുഹറമൻ. എന്നിട്ട് ഫീമ ഊഹിയ ഇലയ്യ, നേരത്തെ ഇൽമ നബ്ബിഉനി ബിഇൽമ പറഞ്ഞവരാണ് ഫീമ ഊഹിയ ഇലയ്യ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ എനിക്ക് വഹി നൽകപ്പെട്ടതിൽ ഹറാമാക്കപ്പെട്ടതായി ഞാനൊന്നും കാണുന്നില്ല. അലാ തായിമിൻ. തായിം എന്ന് പറഞ്ഞാൽ താം എന്നർത്ഥം തന്നെയാണ്. താം എന്നർത്ഥം തന്നെയാണ്. അലാ തായിമിൻ. തായിം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? താം എന്താണ്? ഭക്ഷണം. തായിം നൽകുന്നവൻ. തായിം നൽകുന്നവനാണോ? ഭക്ഷണം കഴിക്കുന്നവൻ. കഴിക്കുന്നവൻ. തായിമ ഭക്ഷണം കഴിച്ചു. തായിമ് ഭക്ഷണം കഴിക്കുന്നവൻ. മുഹറമൻ അലാ തായിമിൻ. ഹറാമാക്കപ്പെട്ടതായി. ആർക്ക് ഹറാമാക്കപ്പെട്ടതായി? അലാ തായിമിൻ, കഴിക്കുന്നവന്. യതഅമുഹു, അവൻ കഴിക്കുന്നതായ. ഇല്ല അൻ യകൂന മൈതതൻ, അവൻ കഴിക്കുന്നതായ ഒന്നിനെ ഹറാമാക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. എനിക്ക് വഹി നൽകപ്പെട്ടതിൽ കാണുന്നില്ല. ഭക്ഷണം കഴിക്കുന്നവന് വിലക്കപ്പെട്ടതായ ഒന്ന് ഞാൻ കാണുന്നില്ല. ഇല്ല അൻ യകൂന മൈതതൻ, അത് മൈതത്തല്ല ആണെങ്കിൽ ഒഴികെ, മൃതദേഹമാണെങ്കിൽ ഒഴികെ. ഔ ദമൻ, അല്ലെങ്കിൽ രക്തമാണെങ്കിലും. ഔ ലഹ്മ ഖിൻജീർ. എന്തൊക്കെയാണ് ഹറാമാക്കപ്പെട്ടത്? എത്ര എണ്ണമാണ് ഹറാമാക്കപ്പെട്ടത്? നമ്മൾ ഹറാമാക്കിയത് 2 പ്രാവശ്യം പഠിച്ചു. ചത്തതിനെ ബ്ലഡ് 1 2 3 4 എണ്ണി പറയാമോ? ഒന്ന് രക്തം, പശുമാംസം, അല്ല സോറി, മറ്റേ പന്നിമാംസം. പിന്നെ അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടത്. ഇതേലും പറഞ്ഞു, അൽ ബഖറയിലും പറഞ്ഞു. അപ്പം മയ്യത്ത്, ശവവും പിന്നെ ബക്കറെ പറഞ്ഞ എന്താണ്? ബക്കറെ പറഞ്ഞ ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻജീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. അത് 4 എണ്ണം പറഞ്ഞു. അൽ മാഇദയിൽ എന്ത് പറഞ്ഞു? ഹുരിമത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻജീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി പറഞ്ഞിട്ട് പിന്നെ വൽ മുൻഖനിഖത്തു. അതെന്താണ്? മൈത്തത്തിന്റെ വിശദീകരണമാണ്. മരിച്ചതിന്റെ വിശദീകരണമാണ്
والمنخنقة والموقوذة والمتردية والنتيحة ما أكل السبع كان ما أكل السبع كان അതിന്റെ അപ്പൊ മൈറ്റത്തിന്റെ ഏത് നിലയ്ക്ക് ചത്താലും വീണ് നടക്കാം. വീണ് ഏത് ചത്തത് നിലയ്ക്ക് ചത്താലെന്നുള്ള തമ്മിലടിച്ച് മൃതദേഹത്തിന്റെ കളിച്ച് വിശദീകരണമാണ് ചത്തത്. അതല്ല. അപ്പൊ 4 വിലക്കപ്പെട്ടത്. ഹറമ അലൈക്കും മൈത്തത്തു അദ്ദമു ലഹ്മുൽ ഖിൻജീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹ്. ഈ 4 വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ വേറൊരു മറ്റൊരു പദപ്രയോഗത്തിലാണ് ഇവിടെ പറയുന്നത്. അൽ ബഖറയിൽ പറഞ്ഞതിന് വിശദീകരണമായിട്ട് ഇത് മൈത്തത്തിന്റെ വിശദീകരണം അൽമാഇദയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ദമിന്റെ വിശദീകരണം പറയുന്നുണ്ട്. ദമിന്റെ വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ട് മറ്റത് പറഞ്ഞത്. മറ്റത് പറഞ്ഞ വിലക്കപ്പെട്ടത് എന്താണ്? വിലക്കപ്പെട്ടത് ദമം മസ്ഫൂഹാണ്. ഇവിടെ യുസ്ഫിക് സഫക്ക എന്നും പറയില്ലേ ചിന്തിക്കണേന്? യുസ്ഫിഖുദ്ദിമാ എന്നുള്ള അൽ ബഖറയില്ലേ? അതെ, സഫക്ക അതിന്റെ അതെ, സഫക്ക തന്നെയാണ്. യുസ്ഫിഖുദ്ദിമാ എന്നല്ലേ? സഫക്കാന്നാണോ ഫസക്കാന്നോ? ഫസക്കാന്നല്ലേ? ഫസക്ക ഫസക്കയാണ്, ശരിയാണ്. ഫസക്ക സഫക്കല്ല. എന്താണ്? സഫക്കാണ്, ഫസക്കല്ല. ഫസക്ക അധർമ്മം ചെയ്തു. എന്താണ്? സഫക്ക ദമ ഹാദ എന്ന് പറഞ്ഞിട്ടില്ലേ ഹദീസില്? സഫക്ക. അപ്പൊ ഞാൻ എഴുതുന്ന വാക്കിന്റെ അർത്ഥമാണ് വാക്കാണ് നിങ്ങൾ നോക്കിയത്. ഫസക്കാന്ന് എഴുതണം. അധർമ്മം ചെയ്തു. അല്ല, നിങ്ങൾ വായിച്ച് തെറ്റിപ്പോയി. ഏതാ? അതായത് സഫഹ എന്നതിന്റെ അർത്ഥം എന്തായിരിക്കുന്നത്? സഫഹ യസ്ഫഹു എന്ന് പറഞ്ഞാൽ സഫക്കയാണ്. അതിന്റെ താഴെ വേറെ വാക്കുണ്ട്, ഒഴുകി എന്നാണ് അല്ലേ? ഒഴുക്കി. ചിന്തി ഒഴുക്കി. സഫക്കാന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. സഫക്ക. അത് നിങ്ങൾ ഒരു വാക്ക് വായിക്കും. സഫഹ എന്നതിന്റെ മീനിങ് എന്തായിരിക്കുന്നത്? സഫക്ക. അതിന്റെ താഴെ വേറെ വാക്കാണ് നിങ്ങൾ ഫസക്ക ഉള്ളത്. അതിലേക്ക് പോകുന്നതിനാ നിങ്ങൾ സഫഹയാണോ നോക്കുന്നത് അതോ ഫസക്കയാണോ നോക്കുന്നത്? രണ്ടുണ്ടല്ലോ ഇതിലല്ലേ? ഒന്ന് തീർന്നിട്ടല്ലേ അടുത്ത നോക്കുക. സഫക്ക എന്നുള്ളതിന് ഫസക്ക എന്ന് പറഞ്ഞു. ദമനാണല്ലോ സഫഹ, ഒഴുക്കുക. രണ്ടും ഒരേ അർത്ഥല്ലേ? അതെ, ഒന്ന് ഒഴുക്കുക, ഒന്ന് ഏതാണ്? സഫഹയും പിന്നെ ഫിസ്ക് എന്ന് പറയുന്നത്. ഒരാള് പറയട്ടെ. രണ്ടും ഒരേ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് സഫഹയും പിന്നെ യസ്ഫിഖുദ്ദിമാ എന്ന് പറഞ്ഞില്ലേ? അതെ, സഫക്കയും സഫഹയും ഒരേ അർത്ഥമാണ്. അതറിഞ്ഞാ മതി. അതറിഞ്ഞാ മതി. പക്ഷെ ഇപ്പഴേ കണ്ണൂർക്കാരി പേര് മറന്നുപോയി, പറഞ്ഞു വേറെയാണ്. അല്ല അതേപോലെ തന്നെ. അല്ല, അതന്നെയാണ് ഉസ്താദേ. അവര് പറയുന്നത് മുകളിലത്തെയും താഴെ ഒരുമിച്ച് വായിക്കുകയാണ്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പോലെ നോട്ടിൽ കൊടുത്തിരിക്കുന്നതും സഫക്കയും ഫസക്കയും ഒരുമിച്ചാ വായിക്കുന്നത്. അല്ല നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നു. സാറ് കുറച്ച് സമയം ഇല്ലാതിരുന്നപ്പോ ഞാൻ ഇല്ലായിരുന്നല്ല, എനിക്കൊരു അർജന്റ് കൂടെ വന്നുകൊണ്ടാ. അവര് ആദ്യം പറഞ്ഞത് അങ്ങനെയാണ്. പറഞ്ഞ മാതിരി തന്നെ ആദ്യം പറഞ്ഞത്. അതെ, പിന്നെ ഇപ്പൊ എന്താണ്? പിന്നെ ഉരുളയാണ് അവിടെ കിടന്നത്. അല്ല മനസ്സിൽ വിചാരിച്ചു, പറഞ്ഞത് തെറ്റിപ്പോയിന്നേ ഉള്ളൂ. എങ്ങനെയുള്ള രക്തമാണ് ഹറാമാക്കിയിരിക്കുന്നത്? ഒഴിക്കുന്ന രക്തം. നമ്മൾ ഇറച്ചി വാങ്ങി എന്താണ്? ഇറച്ചിയിൽ ഒഴുക്കപ്പെട്ട് കഴിഞ്ഞു, അതായത് രക്തം ഒഴുക്കപ്പെട്ടു. ഈ അടുത്തൊരു വീഡിയോ കാണാൻ പറ്റിയപ്പോൾ ഹലാലായ അർക്കൽ എന്ന് പറഞ്ഞാൽ ഏതൊരു എന്താ ഡോക്ടറോ ഏതൊരു ആൾ പറഞ്ഞിരിക്കുന്നതാണ്.
ഒഴുക്കുക എന്ന് പറഞ്ഞാൽ രക്തം ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന പ്രധാന ഞരമ്പ് കട്ട് ചെയ്യുന്നതോടുകൂടി എന്തായി, ശക്തിയായി ബ്ലഡ് അതിന് പോയി, അതങ്ങ് കളഞ്ഞു, ആ ബ്ലഡ് കളഞ്ഞു. അതിനുശേഷം പിന്നീട് എന്തുണ്ടാവും, രക്തത്തിന്റെ അംശം അതിൽ ഉണ്ടാകാം. അതല്ല ഇത് ഹറാമാക്കിയത്. ഓ ഓ ശരിയാണ്. ഒലിക്കുന്ന പ്രാവശ്യം രക്തമാണ്. കഴിയാനും പറ്റാവില്ല. ഒരു പ്രാവശ്യം കഴിയാ, 2 പ്രാവശ്യം 3 പ്രാവശ്യം കഴിയാൽ മതി. പിന്നെ അല്ല, പിന്നെ എത്ര വീണ്ടും കഴിയാലും അത് പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതിന്റെ ചെറുതായിട്ട് പിന്നെ എത്ര എത്ര കഴിയാലും അത് കഴിയാലും പോവില്ല. ഫ്രഷ് ആണെങ്കിൽ, അതായത് ഫ്രഷ് ഇറച്ചിയാണെങ്കിൽ എന്തുണ്ടാവും, അതിൽ പിന്നെ രക്തത്തിന്റെ അംശമുണ്ട്. ഇനി അതെല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ട് നന്നായിട്ട് കഴിയണമെന്നല്ല പറഞ്ഞത്. അപ്പൊ ഒലിച്ചുകൊണ്ടിരിക്കുന്ന രക്തം, അങ്ങനെ ഒലിച്ചു വരുന്ന രക്തം, അതാണ് ഹറാമാക്കി. ഇനിയിപ്പം വേറൊരു വിശകലനം വരുന്നുണ്ട്, താഴെ വരുന്നുണ്ട്, അത് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒഴുകുന്ന രക്തം, അപ്പൊ ഏത് രക്തമാണ് ഹറാമാക്കിയത്? ഒഴുകുന്ന രക്തം. ദമൻ മസ്ഫൂഹൻ ഔ ലഹ്മ ഖിൻസീരിൻ, അല്ലെങ്കിൽ പന്നിമാംസം. ഇന്നഹു റിജിസ്, അത് മാലിന്യമാണ്, റിജിസ്. ഔ ഫിസ്തൻ, അല്ലെങ്കിൽ ഫിസ്ത് ആയത്, ഖറജ മിൻ തആത്തില്ലാഹി, അള്ളാഹുവിന്റെ അനുസരണത്തിൽ നിന്നും പുറത്തു പോയത്, അതാണ് ഫിസ്ത്. പറഞ്ഞ ഔ ഫിസ്ത്, അഥവാ ആ ഫിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ വിശദീകരണമായിട്ടാണ് ഉഹില്ല ലിഗൈരില്ലാഹി. എങ്ങനെ അധർമ്മമായതാണ്? ഉഹില്ല ലിഗൈരില്ലാഹി, അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് എന്നാണ് ശരിക്കും നമ്മൾ അതിന് ഇപ്പോൾ അർത്ഥം പറയുക. അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടും ഉചിതം. അഹല്ല എന്ന് പറഞ്ഞാൽ നാമം ഉച്ചരിച്ചു എന്നാണ്. ഉഹില്ല ലിഗൈരില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ചു എന്നാണ്. അപ്പൊ അള്ളാഹ് അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കിയിട്ട് ബിസ്മി ചൊല്ലി അറുത്താലും അതിൽ വരും. അതെ, ഷേഖിന്റെ ഏതെങ്കിലും ഒരു ഷേഖിന്റെ പേരിൽ നേർച്ചയാക്കിയിട്ടാണ്, അല്ല ഏതെങ്കിലും ഒരു തങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ പേരിൽ. ഞങ്ങളെ പള്ളി പറയാം, ഭീമാ പള്ളിയിലേക്ക് എന്ത് ചെയ്യാ, ഞാനൊരു കോഴി അങ്ങ് ഒഴിഞ്ഞിടുകയാണ്, എന്നിട്ട് അറക്കാൻ നേരത്തെ ബിസ്മില്ലാഹിർ പറഞ്ഞിട്ട് അറുത്താല് ശരിയാവോ? ഇല്ല. ശരിയല്ല. കാരണം എന്താണ്? അപ്പൊ അത് ഇപ്പൊ ഞാനത് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് പറയാം അത് അതിനേക്കാളും തെറ്റാണെന്ന് പറഞ്ഞു. ബിസ്മി കള്ളൊടുക്കണത് പോലെ. അള്ളാഹ് അല്ലാത്തതിന്റെ പേര് ഉച്ചരിച്ച് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്, അതിൽ അള്ളാഹ് അല്ലാത്തവരുടെ പേര് ഉച്ചരിച്ച് പറഞ്ഞു, അതൊരു തെറ്റ്, അത് ഹറാമ് തന്നെയാണ്, തെറ്റ് തന്നെയാണ്. അതേസമയം അള്ളാഹ് അല്ലാത്തവരുടെ പേര് നേർച്ചയാക്കിയിട്ട് അള്ളാഹിന്റെ പേരിൽ അർത്ഥം പറഞ്ഞാൽ അത് അപ്പോഴാണ് കൊടിയ ശിർക്കായത്. അപ്പൊ അള്ളാഹ് അല്ലാത്തവരുടെ പേര് നേർച്ചയാക്കി നിയ്യത്തും പ്രതിഫലവും ഒക്കെ കൂലിയൊക്കെ കിട്ടേണ്ടത് അയാളുമായിട്ട്, ആ ഷേഖുമായിട്ട് എന്താണ് അടുപ്പം, തഖറുബ് നേടാൻ വേണ്ടി, സാമീപ്യം നേടാൻ വേണ്ടിയാണ് ആ ഷേഖിന്റെ പേരിൽ അല്ലെങ്കിൽ പള്ളിയുടെ പേരിലൊക്കെ നേർച്ചയാകുന്നത്. പള്ളിയുടെ പേരിൽ നേർച്ചയാകുന്ന പള്ളിക്ക് സംഭാവന കൊടുക്കാന്ന് പറഞ്ഞല്ല, പള്ളിയുടെ പേരിൽ ഒഴിഞ്ഞില്ല. എന്നിട്ട് എന്ത് ചെയ്യാ, ആ പള്ളി ഭീമാ പള്ളി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഏത് പള്ളിക്ക് കൊടുത്താലും പള്ളിക്ക് എന്ത് ചെയ്യാ, പണം കൊടുക്കുക, അല്ലെങ്കിൽ ആഭരണം കൊടുക്കുക, അല്ലെങ്കിൽ സ്വത്ത് കൊടുക്കുക. അതിന് പകരം ഈ പള്ളിയുടെ പേരിൽ ഒഴിഞ്ഞിട്ടിട്ട് അന്ന് ബിസ്മി ചൊല്ലി നടക്കുക. അല്ലെങ്കിൽ നമ്മളിവിടെ കടുവപ്പള്ളിയുണ്ട്, അതേപോലെ ഭീമാപള്ളിയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തങ്ങളുടെ പേരിൽ ഒക്കെ നേർച്ചയാക്കിയിട്ട് പിന്നെ അള്ളാഹിന്റെ പേരിൽ അർത്താൽ അത് അതിനേക്കാളും കുഴപ്പമാണ്. അപ്പൊ എന്തായിരുന്നാലും അങ്ങനെ അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് എന്ന്. അപ്പൊ അവിടെ ബിസ്മി ഉച്ചരിച്ചാലും അള്ളാഹു അക്ബർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ കണക്കാണ്. ആ ഫിസ്കൻ. അപ്പൊ എന്താണ് ഇവിടെ ഫിസ്കനെയാണ് മുന്തിച്ചു പറഞ്ഞത്, അധർമ്മമായ നിലയിൽ. ഓഹിലി അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, അതിനെയുമാണ് ഹറാമാക്കപ്പെട്ടത്. അപ്പൊ ഹറാമാക്കിയ 4 എണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഹറാമാക്കപ്പെട്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 1, 2, 3, 4 എണ്ണി പറയണം.
നമ്മൾ പല പ്രാവശ്യം പഠിച്ചു. ബക്രയിൽ പഠിച്ചു, മായിദയിൽ പഠിച്ചു, അന്നാമിൽ പഠിച്ചു. അപ്പൊ അന്നാം എന്താണ്? അന്നാം മക്കിയ അധ്യായമാണ്. അതേപോലെ സൂറത്തുൽ നഹ്ലിലും പറഞ്ഞിട്ടുണ്ട്, അത് മക്കിയ അധ്യായമാണ്. അപ്പൊ മക്കിയ അധ്യായങ്ങൾ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മദനി അധ്യായങ്ങൾ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. فمن اضطر غير باغ ولا عاد فإن الله إن ربك غفور رحيم. അത് അൽ-മാഇദയിലും ബക്രയിലും നമ്മൾ പഠിച്ചതാണ്. فمن اضطر غير باغ ولا عاد فلا إثم عليه എന്ന് ബക്രയിൽ വന്നിട്ടുണ്ട്. മാഇദയിൽ എന്താ പറഞ്ഞത്? فمن اضطر غير باغ ولا عاد. രണ്ടും അവിടെ എങ്ങനെയാണ് വന്നതെന്നാണ് പറഞ്ഞത്. فمن اضطر നിർബന്ധിതമായ സാഹചര്യത്തിൽ ചെയ്താൽ غير باغ ولا عاد. ബഗിയും അദാവത്തും എന്താണ്? പരിധി ലംഘിക്കലാണ്. ഒന്നെന്താണ്? അവൻ ഗൈറ ബാഗിൻ, ബഗായി ബഗ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്ന് അർത്ഥമുണ്ടല്ലോ. അപ്പൊ എന്താണ്? അവൻ പരിധി ലംഘനം ഉദ്ദേശിക്കാത്ത നിലയിൽ, പരിധി ലംഘനം ഉദ്ദേശിക്കാത്ത നിലയിൽ. വല ആദിൻ എന്ന് പറഞ്ഞാൽ അതായത് എന്താണ്? അതിക്രമിക്കലാണ്. അപ്പം രണ്ടാമത്തെ ആദെന്താണ്? പരിധി ലംഘിക്കാതെ എന്ന് പറഞ്ഞാൽ ജീവൻ നിർത്താൻ വേണ്ടി മാത്രം തിന്നാൻ ഉദ്ദേശിച്ചാണ്. അങ്ങനെയാണ് ജീവൻ നിർത്താൻ വേണ്ടി മാത്രം. അല്ല, വേറൊരാൾ എന്ത് ചെയ്യാണ്? അയാളുടെ വായിൽ കുത്തി കയറ്റുകയാണ്. അപ്പൊ അയാൾ അറിയാതെ ഇറങ്ങിപ്പോയത് മാത്രം. അല്ല, അയാൾ കുത്തി കയറ്റിയതാണെന്ന് വിചാരിച്ചിട്ട് അത് നല്ല ടേസ്റ്റാ, പന്ന മാസമല്ല, ഭയങ്കര ടേസ്റ്റാ, അടിച്ചു തിന്ന. അത് പറ്റില്ല. അപ്പോ അയാൾ വായിൽ കുത്തി കയറ്റിയതുകൊണ്ട് എന്തും ഇറങ്ങിപ്പോയി, അത് മാത്രം. അപ്പൊ ഗൈറ ബാഹിൻ വല ആദിൻ. അപ്പൊ ഇവിടെ രണ്ടും എന്താണ് ഉദ്ദേശമുണ്ട്? രണ്ടും പറയാം. നിർബന്ധിച്ച് കയറ്റിയാലും അയാൾ ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹിക്കാതെയും തിന്നാൻ ആഗ്രഹിക്കാൻ പാടില്ല, അതേപോലെ പരിധി ലംഘിക്കാതെയും. പിന്നെ റബ്ബക ഗഫൂർ റഹീം. അങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ ഒരു വന്നാൽ സംശയം ഗഫൂർ റഹീമാണ്. ഒരു സംശയം. അതെ, അള്ളാന്റെ പേര് ഉച്ചരിക്കാതെ അറുത്തത് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നും മിണ്ടാണ്ട് അറുത്താൽ കേൾക്കാമോ? ഒന്നും മിണ്ടാണ്ട് അടുത്താൽ നിയ്യത്ത് എന്താണെന്ന് അനുസരിച്ചിരിക്കും. ആ, ഓക്കെ. അപ്പൊ ഞാനൊരു കോഴി പിടിച്ച് അറുത്ത്, ഞാൻ നേരത്തെ ഉദ്ദേശിച്ചിരുന്ന ബിസ്മിയിലേക്കാണ് ഞാൻ എല്ലാ കാര്യം ചെയ്യല്. പക്ഷെ ആ സന്ദർഭത്തിൽ ഞാൻ ചെയ്തില്ല, ചിലപ്പോൾ മറന്നുപോയി. അപ്പൊ എന്താ നിയ്യത്ത്? ഞാൻ അങ്ങനെ മനഃപൂർവ്വമായിട്ട് മറന്നതല്ല, അല്ലെങ്കിൽ ഉച്ചരിക്കാതിരുന്നതല്ല, അള്ളാന്റെ പേരൊന്നും ഉച്ചരിക്കണ്ട എന്ന് വിചാരിച്ചതല്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഷേഖിന്റെ നാമം ഉച്ചരിച്ചാൽ ഹലാലാകും, അള്ളാന്റെ നാമം ഉച്ചരിച്ചാൽ ഹലാലാകും, രണ്ടിന് മധ്യേ എന്നാ പിന്നെ ഒന്നും പറയാതിരിക്കാം എന്ന് വിചാരിച്ചതല്ല. എങ്കില് കുഴപ്പമില്ല. അതെന്താണ്? റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ വ അഖ്തഅനാ പെടും. അതേസമയം മനഃപൂർവ്വമാണ് അള്ളാന്റെ നാമം ഉച്ചരിക്കണ്ട, ഇത് ഷേഖിന് വേണ്ടിയുള്ളതല്ലേ, അള്ളാന്റെ നാമം ഉച്ചരിക്കണ്ട. ഇനി ഷേഖിന്റെ നാമം ഉച്ചരിച്ചാൽ അത് ഷിർക്കായി പോകും, അള്ളാന്റെ നാമം ഉച്ചരിച്ചാൽ ഷേഖിന് പിണക്കുണ്ടാവും. അവർ വിചാരിച്ചത് അങ്ങനെയാണ്. അവർ വിചാരിച്ചത് വലിയന് പിണക്കുണ്ടാവും അള്ളാന്റെ നാമം ഉച്ചരിച്ചാൽ, അതുകൊണ്ട് അള്ളാന്റെ നാമം ഉച്ചരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും തികച്ചും ഹറാമാണ്, ഷിർക്കാണ്. അങ്ങനെ ചെയ്യാൻ നീയത്തനുസരിച്ച് നമ്മൾ നോറസ്കരിക്കാൻ പോയി, നോറസ്കരിക്കാൻ പോകുന്നത് നോറാണെന്ന് നമുക്കറിയാം, നോറസ്കരിക്കാൻ പോകുന്നത് 4 റക്അത്താണെന്ന് അറിയാം. പിന്നെ അവിടെ ചെന്നിട്ട് ഉസല്ലി ഫർദ ദുഹരി 4 റക്അത്ത് പറയണ നിർബന്ധം. പിന്നെ അതേസമയം നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നാണ്. പക്ഷെ പറഞ്ഞത് ചിലപ്പോ അസറായി പോയി, എന്നാലും ശരിയാവും അല്ലേ? പറഞ്ഞത് അസറായി പോകാനുള്ള കാരണം എന്താണ്? അറിവ് അടിക്കാത്തോണ്ട. അറിവ് പഠിക്കുക എന്താണ്? നമ്മൾ ആയുഷ്കാലം പഠിച്ചിട്ടും അറിവ് മനസ്സിലാവുന്ന വിചാരിച്ചാല് ആദ്യം വരുമെന്ന് പറയും.
ഓക്കെ. അറബി പഠിക്കുന്നത് എത്ര വർഷം വേണം? കൂടിപ്പോയാൽ 2 വർഷം മതി. ഉം. ഞാൻ ലോഹറാണോ അസറാണോ എന്നൊക്കെ വിചാരിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പഠനം ഒരു 6 മാസം കഴിയുമ്പോൾ അയാൾ ട്രാക്കിൽ വരും. അത് നമുക്ക് അനിവാര്യമായി നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ സംഗതിയൊക്കെ 6 മാസം പഠനം കൊണ്ടാകും. ബാക്കി ഡീറ്റെയിൽ പോകുമ്പോഴാണ് നമ്മൾ 2 വർഷം പിന്നെ അങ്ങനെ നീണ്ടു കുറച്ച് നമ്മൾ ആഴത്തിലേക്ക് പോകുന്നത്. അതിന്റെ അറബി സാഹിത്യം, ശൈലിയും പ്രയോഗങ്ങളൊക്കെ പഠിച്ചു പോകും. നിത്യജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു 6 മാസം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇപ്പൊ 6 മാസത്തിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന പുതിയ സെന്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ലിങ്ക് വന്നിട്ടുണ്ട്. അതിന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ നിങ്ങൾ ചേർന്നിടുക, ചാനൽ ഫോളോ ചെയ്യുക. മാത്രമല്ല, ചാനൽ ഫോളോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫോളോവേഴ്സ് കൂടുതൽ കാണിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ കാരണം ഒരു ദിവസം 1 മിനിറ്റ് ക്ലാസ് വരും. ഒരു ദിവസം 1 മിനിറ്റ്. അപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം ഫാല ജാല 3 എണ്ണത്തിന്റെ 6 രൂപ പഠിപ്പിക്കുന്നത് 1 മിനിറ്റ് ആണ്. അപ്പൊ 1 മിനിറ്റ് പഠിക്കണമെന്നാ പറയുന്നത്. ദിവസം 1 മിനിറ്റ് ഖുറാൻ വേണ്ടി ചെലവഴിക്കുക. ഇത് ആഴ്ച ഒരു പ്രാവശ്യം 5 മിനിറ്റ് അതിന്റെ റിവിഷനോ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയൊക്കെ ഉണ്ടാകുന്നു. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണം. നിങ്ങളെ ഫോണിൽ അത് ഒരുപാട് വന്നിട്ട് ജമ്പായി കിടക്കില്ല. മറിച്ച് എന്താണ്, ചാനൽ ഫോളോ ചെയ്യാൻ മാത്രം മതി. വാട്സപ്പ് ചാനൽ. അപ്പോ അത് നമ്പർ ഓഫ് ഫോളോവേഴ്സ് കൂടുതൽ കാണിക്കണം. ആ അർത്ഥത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. എന്നിട്ട് ഇതിനെ ഫോർവേഡ് ചെയ്യുക. അതിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ അവരോട് നിങ്ങളുടെ ഒരു 6 മാസം ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടപ്പ എല്ലാ സംഗതികളും മനസ്സിലാവും. നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും 6 മാസം കഴിയുമ്പോൾ. ചാനലിന്റെ അതിന്റെ പേരും നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡ് ഖുറാൻ എന്നോ അല്ലെങ്കിൽ നിത്യം എന്നോ 1 മിനിറ്റ് ഖുറാൻ എന്നോ ഒക്കെ അടിച്ചിറക്കിയിട്ട് ചാനൽ മറ്റേ ഇതിന്റെ ചാനലല്ല, വാട്സപ്പ് ചാനൽ. ഇതില് ഗ്രൂപ്പിൽ തോന്നലല്ലോ ഈ ഇടയ്ക്ക് യൂസഫിനോട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. കണ്ടിരുന്നു ഒരിക്കൽ. എന്തിനെ കുറിച്ചാണ്? അതെ, 1 മിനിറ്റ് ഖുറാൻ എന്ന് പറഞ്ഞു തോന്നില്ലേ? അത് നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങൾക്കുള്ളതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാനുള്ള. ബിഗിനേഴ്സിനുള്ളതാണെങ്കിൽ അതെല്ലാം ഫോർവേഡ് ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് തരുന്നു. അത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യണം. നിങ്ങൾ 10 പേർക്ക് അയച്ചാൽ അതേപോലെ ഓരോരുത്തരും 10 പേർക്ക് അയച്ചാൽ എത്ര പേരായി? നമ്മൾ ഒരുപാട് കോണ്ടാക്റ്റുകളുണ്ട്. ആ കോണ്ടാക്റ്റുകളെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ വളരെ വലിയ ഒരു പരസ്യമായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ. അപ്പൊ ക്ലാസിന്റെ ലിങ്ക് തന്നിട്ടില്ല ഉസ്താദ്. ലിങ്ക് തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 7 ദിവസം വരെ കാത്തിരുന്നിട്ടല്ല ചോദിക്കുക. ഞാൻ എപ്പോഴും പറയാനുള്ള അതായത് ഈ ക്ലാസ് വിതിൻ 24 hours അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇത് മറന്നുപോയി എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? വിളിച്ചിട്ട് പറഞ്ഞേ പറ്റൂ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ പറ്റൂ. കാരണം ഞാൻ 1 by 1 ആയിട്ടാണ് ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ് എന്ന് പറഞ്ഞാൽ ഓരോ സംഗതികളും വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ 2-3 പ്രാവശ്യം കോൾ വന്നില്ലേ? ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ് എന്ന് പറയും. അപ്പൊ ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ് ആയ സംഗതി മാറ്റി വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ സംഗതിയിലാണ് ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് മെനക്കെട്ട് ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് 15 മിനിറ്റ് അപ്ലോഡ് ചെയ്യുന്ന തീരുമാനിക്കും. പക്ഷെ അത് പലപ്പോഴും നടക്കാറില്ല. ഇപ്പൊ വന്നിട്ട് അടുത്ത ആളവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ അവിടെ ചെന്നിട്ട് വേണം തുറന്നു കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഗതിയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് അപ്ലോഡ് ചെയ്തെന്നാണ് എന്റെ കമ്പ്യൂട്ടർ കാണിക്കുന്നത്. എന്തുകൊണ്ട് കിട്ടില്ല? വേറെ ആർക്കും കിട്ടിയില്ല. കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് എല്ലാവർക്കും കിട്ടില്ല. ആർക്കും കിട്ടിയില്ല. അതും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഭാഗികമായി പ്രവൃത്തിയിലുണ്ടാവും. അതായത് കമ്പ്യൂട്ടറിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യുന്നിടത്തു നിന്നും ഫോർവേഡ് ചെയ്യും, അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോവുകയും ചെയ്യും. അങ്ങനെ ചെയ്യാം. വേറെ ഒരു പണി വരുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്ന ഭാഗത്തൊന്നും ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അവിടെ ബാക്കിയൊന്നും കിടപ്പില്ല. ഇന്നും ഞാൻ നോക്കിയില്ല, ബാക്കിയൊന്നും കിടപ്പില്ല. എന്തായാലും അത് അപ്ലോഡ് ചെയ്യാൻ വിട്ടതായിരുന്നു. നോക്കാം. അപ്പൊ എന്തായിരുന്നാലും ജസ്റ്റ് ഒന്ന് എന്റെ നമ്പറിൽ വിളിച്ചിട്ട് പറയാം. ഇനി സെക്രട്ടറി വിളിച്ച് പറഞ്ഞാലും അത് അവിടെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാവും. ക്ലാസ് പലപ്പോഴും അപ്ലോഡ് ചെയ്തത് വീഴ്ച വരും. അപ്പൊ അതിങ്ങനെയാണ് സംഭവിക്കുന്നത്. 15 ഇത് തീർന്ന ഉടനെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് എന്തായാലും ഇപ്പോഴത്തെ അതനുസരിച്ച് അത് പ്രോസസ് ചെയ്യാൻ ടൈം എടുക്കും. പിന്നെ മാത്രമേ എനിക്ക് ഫയൽ സേവ് ചെയ്ത് മറ്റൊരു പേരിലേക്ക് സേവ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ സീരിയൽ നമ്പറും ഫയലിന്റെ പേരെ കൊടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് അപ്ലോഡ് ചെയ്യാനുള്ള ആ ടൈമാണ്. ആ ടൈമിൽ ഓവർ സൈറ്റ് വന്നാൽ നോട്ടപ്പശയൊക്കെ വന്നാൽ മാറിപ്പോകും പിന്നീട്.
അപ്പൊ 24 hours കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിളിക്കണം. അടുത്ത ക്ലാസ് വരെ കാത്തിരുന്ന ക്ലാസ്സിൽ ഉസ്താദിന്റെ അടുത്ത് പറയാം, നമ്മള് ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണം വിചാരിച്ചാൽ ഇത് വേറെ ബുദ്ധിമുട്ടാണ്. ഔദമൻ, അപ്പൊ ഇതെന്താണ്? അപ്പൊ അള്ളാഹ് അല്ലാത്തവന്റെ പേരിൽ ഇറക്കുന്ന എന്താണ്? അത് നിയ്യത്തനുസരിച്ചാണ് വരിക. അങ്ങനെ നിർബന്ധ സാഹചര്യത്തിൽ ചെയ്തു പോയാൽ അള്ളാഹ് പുറത്തു വരുന്നവനാണ്. വഅലല്ലദീന ഹാദു, ജൂതന്മാർക്ക് ഹറംനാ കുല്ല ദീ ളുഫുർ, ളുഫുർ ഉള്ളതിനെ ഒക്കെയും നമ്മൾ ഹറാമാക്കിയിരുന്നു. ഹറംനാ കുല്ല ദീ ളുഫുർ, ളുഫുർ എന്താണ്? നഖം. അങ്ങനെ തേറ്റയുള്ളത് എന്നാണ്. മാന്തുന്ന ഉള്ളത്, കൂർത്ത നഖമുള്ളതായിരിക്കും. കൂർത്ത നഖമുള്ളത്. വായയില് 2 കോമ്പല്ലുള്ള അല്ലേ? അത് ളുഫർ അല്ല. ളുഫർ എന്ന് പറഞ്ഞത് എന്താണ്? മാന്തുന്നത്. ഈ മാന്തുന്നതിന് അതും ഉണ്ടാകും. കാരണം എന്താണ്? ഈ മാന്തുന്നതെല്ലാം മാംസം തിന്നുന്നതാണ്. മാംസം തിന്നുന്നതിന്റെ ആവശ്യമായ കൂർത്ത പല്ലുകളും ഉണ്ടാവും. അപ്പം കടുവയ്ക്കും സിംഹത്തിനൊക്കെ അത് സാധനം ഉണ്ടാവും. അതിനെന്താണ്? ആ പല്ലും ഉണ്ടാവും. അങ്ങനെ കൂർത്ത നഖമുള്ളതിനെ ഒക്കെയും നാം അവർക്ക് ഹറാമാക്കിയിരുന്നു. വമിനൽ ബക്കരി വൽ ഗനമി, ബക്കറിലും ഗനമിലും മാടുകളിൽ നാം എന്ത് ചെയ്തിരുന്നു? അവർക്ക് ഹറംന അലൈഹിം ശുഹൂമഹുമ, അവരുടെ കൊഴുപ്പ് ഹറാമാക്കിയിരുന്നു. അവരുടെ കൊഴുപ്പ്, ശുഹൂം എന്ന് പറഞ്ഞാൽ ഷഹന്, ഫാറ്റ് കേട്ടാ. അപ്പൊ ഷഹമിന്റെ ബഹുജമായിട്ടാണ് ഷുഹൂം ഉപയോഗിച്ചിരിക്കുന്നത്. കൊഴുപ്പുകളാണ് ശുഹൂമഹുമ. നമ്മൾ വെള്ളങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കൊഴുപ്പുകൾ ഉപയോഗിക്കുന്നത് കൊഴുപ്പെന്ന് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. വെള്ളങ്ങളിൽ നിന്ന് അറബിയിൽ ഉപയോഗിക്കും. മിയാഹ് വന്നിട്ടാണ് പിന്നെ മോയ എന്ന് വന്നത്. നമ്മൾ വെള്ളം വേണമെന്ന് പറയുമ്പോഴത്തേക്ക് മാ എന്ന് ചെന്ന് ചോദിച്ചാൽ ചിലപ്പം ചില കാട്രോവിക്കൊന്നും മനസ്സിലാവില്ല. മാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഖുറാൻ ഓതാണെന്ന് വിചാരിക്കും. 4 ഹർക്കത്ത് 5 ഹർക്കത്ത് നീട്ടം ഞാൻ ഖുറാനുള്ള വാക്കാണ് പറഞ്ഞിട്ട്. അപ്പൊ മാന് മോയ എന്നാണ് പറയുന്നത് അറബികൾ. മോയ എവിടെ ചെന്നാലും മോയ എന്നാണ്. അപ്പൊ നമ്മൾ എത്ര സ്ഫുടമായ വാക്ക് സംസാരിക്കുന്നവരും മോയ എന്ന് പറയുള്ളൂ. മോയ വരാൻ കാരണം പിന്നെ മിയാഹ്, മാന്റെ ബഹുവചനമാണ് മിയാഹ്. അപ്പൊ മീമിന് കസറിട്ട് യായി ഫത്തിട്ട് പറയല് സ്വാഭാവികമായും അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മിയാഹ് എന്ന് പറയാറില്ല. അപ്പം അതുകൊണ്ടാണ് മോയ. അപ്പൊ ആദ്യം മഴ വന്നെന്ന് ഇങ്ങനെ ആൾക്കാർ ഗവേഷകന്മാർ പറയുന്നുണ്ട്. അല്ലാഹുവല്ല, എനിക്കതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ എന്നോട് ഒരാൾ അങ്ങനെ ബാധിച്ചിട്ട് മലബാറിലുള്ള ഒരാളാണ് അദ്ദേഹം. അതിന്റെ ആദ്യത്തെ ഗവേഷണമൊക്കെ നടത്തിയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയും ആകാം. അപ്പൊ ഇവിടെ എന്താണ്? ഷഹൂം എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. നമുക്ക് കൊഴുപ്പുകൾ എന്ന് പറയുന്നില്ലെങ്കിൽ കൊഴുപ്പ് എന്ന് പറഞ്ഞാലും കുഴപ്പം. ഷുഹൂമഹുമ, ആ രണ്ടിനത്തിന്റെയും കൊഴുപ്പ് നാം അവർക്ക് ഹറാമാക്കിയിരുന്നു. എന്നിട്ടെന്താ? എക്സെപ്റ്റ് ഇല്ലാമ ഹമലത്ത് ലുഹൂറുഹുമ, അതിന്റെ മുതുകിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഒഴികെയുള്ള. നമ്മൾ ദമൻ മസ്ഫൂഹ് എന്ന് പറഞ്ഞില്ലേ, ഒഴുകുന്ന രക്തമാണ്. അങ്ങനെ ശക്തിയായി ഒഴുകുന്ന രക്തത്തെയാണ് ഹറാമാക്കിയത്. അതിൽ പിന്നീട് ബാക്കി ഇറച്ചിയിൽ പറ്റിയിരിക്കുന്ന ബ്ലഡ് അല്ല. അത് എന്തല്ല, അത് നിരുപദ്രവമാണ്, അനുവദനീയമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ പറയാൻ പറഞ്ഞില്ല, അത് ഇതാണ്. അപ്പൊ ആ ഷുഹൂം എന്താണ് അവർക്ക് ഹറാമാക്കിയിരുന്നത്? ഈ കൊഴുപ്പിനെ ഹറാമാക്കിയിരുന്നു. ഇല്ലാമ ഹമലത്ത് ലുഹൂറുഹുമ, അതിന്റെ മുതുകിൽ ഒട്ടിയിരിക്കുന്നത് ഒഴിച്ച്. ലഹർ മുതുക്, ലുഹൂർ മുതുകുകൾ, ആ രണ്ടിനത്തിന്റെയും മുതുകുകളിൽ ഒട്ടിയിരിക്കുന്ന ഒഴിച്ച്. ഷഹമുൻ ആണോ അതോ ഷഹ്മുൻ ആണോ? ഷഹ്മുൻ. അൽ ഹാഉ സാക്കിനത്തുൻ. എഴുതി പഠിക്കാനല്ല ഇന്ന് നമ്മൾ എഴുതി പഠിപ്പിക്കണമെന്ന് വിചാരിച്ചെന്ന് ഖുറാനിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഔ മഖ്തലത, ഔ മാ, അല്ലെങ്കിൽ ഒന്നും. യഖ്തലത, അതെന്ത് ചെയ്തിട്ടുണ്ട്? യഖ്തലത, ഇടകലർന്നിട്ടുണ്ട്. യഖ്തലത ഒരു ഹവായ ഉണ്ടല്ലോ അതിന്റെ ഇടയില്. അതിൽ ഹവായ ഇല്ലാമ ഹമലത്ത് ലുഹൂറുഹുമ, അതിന്റെ മുതുകുകൾ. ഔ
അൽ ഹവായ. ഹവായ എന്താണ്? കുടലുകളോ? ആ, കുടലുകള്. അത് ഈ മഴീന്ന് ഒരു അർത്ഥല്ലേ ഉസ്താദേ? ഇത് മഴീന്ന മഴീന്ന് ഒരു അർത്ഥല്ലേ കുടലിന്? മഴീന്ന് അതേപോലെ ഇതൊരു എന്തോ വാക്കുണ്ട്, എനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പൊ അത്. ഈ ഒരു മൂമിന് കാഫിറിന്റെ കുടലിന്റെ 1/7 ഒരു ഹദീസ് കേട്ടതായി ഓർക്കണം. മഅൻ. മഅൻ എന്നാണ് കേട്ടോ. ആ മഅൻ എന്നാണ്. എന്നാണ് അതിന്റെ ബഹുവചനം. അതായത് യാ ഉണ്ട് അവിടെ, പക്ഷെ നമ്മൾ പത്തമിട്ടിട്ടാണ് വായിക്കുക. ഹുദൻ എന്നൊക്കെ പറയുന്ന പോലെ. ഏകവചനം പറയുമ്പം അങ്ങനെയാണ് പറയുക. ഔ മഖ്തലത അവിൽ ഹവായ. അപ്പൊ കുടലുകൾ, അതിന്റെ ഹുവയ്യത്താണ് അതിന്റെ ഏകവചനം. ഹുവയ്യത്ത്. അപ്പൊ അതൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ ഹവായ ബഹുവചനമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കുടലുകൾ. നേരത്തെ ഷഹ്മ് പറഞ്ഞതുപോലെ അത് അതിന്റെ ഏകവചനം ഖുറാനിലില്ല. അതേപോലെ ഈ പറഞ്ഞ ഹവായയുടെയും ഏകവചനം ഖുറാനിലില്ല. ഹുവയ്യത്തിൽ നിന്നാണ് മൽമൂമത്തും ഹാഇന് ലമ്മും വാവിന് ഫതഹും യാഇ ഷദ്ദും. ഹുവയ്യത്ത് എന്നാണ് ഏകവചനം. ഔ മഖ്തലത ബിഅൽം. അപ്പൊ കുടലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതോ മുതുകിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതോ ഔ മഖ്തലത ബിഅൽമിൻ, എല്ലിൽ ചേർന്നിരിക്കുന്നതോ ആയ കൊഴുപ്പ് ഒഴികെ ഉള്ള കൊഴുപ്പുകൾ അവർക്ക് ഹറാമാക്കിയിരുന്നു. ഇതെന്താ? എന്നിട്ടെന്താ പറയുന്നത്? ദാലിക ജസൈനാഹും ബിബഗയിഹി. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ദാലിക അത് അവർക്ക് ഇതെല്ലാം ഹറാമാക്കിയത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഹറാമായത് എല്ലാ ദീനില് മൊത്തത്തിൽ ഹറാമായത് ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഏത്? ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി. ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹ് ഹറാമാക്കി. പിന്നെ എന്ത് ചെയ്തു? അല്ലദിന ഹറംന അലൈഹിം കുല്ലദു ലുഫ്രിൻ വമിനൽ ബഖരി വൽ ഗനമി ഹറംന അലൈഹിം ശുഹൂമഹുമ. ക്രൂരമൃഗങ്ങളെ ഇപ്പോഴും വിലക്കപ്പെട്ടത് തന്നെയാണ് കേട്ടോ. അത് ഹദീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഷുഹൂമഹുമ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ എന്താണ്? അവർക്ക് ദാലിക ജസൈനാഹും ബിബഗയിഹിം, അവരുടെ അതിക്രമം കാരണമായിട്ട് അവരെന്ത് ചെയ്തു? അവർ സ്വയംകൃതമായി ചില കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഹറാമാക്കിയതാണ് എന്ന് എഴുതി പിടിപ്പിച്ചിരുന്നു. അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ എഴുതി പിടിപ്പിച്ചു. ഏത് ഗ്രന്ഥം എന്ന് പറയാൻ പറ്റില്ല. അവരുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിൽ അവര് തൗറയുടെ ഭാഗമായിട്ട് അവർ എഴുതി പിടിപ്പിച്ചിരുന്നു. ഇന്നാലസാദിഖൂൻ, തീർച്ചയായും നമ്മൾ സത്യസന്ധരാണ്. നാം പറയുന്നത് സത്യസന്ധമായ കാര്യമാണ്. ജസൈനാഹും ബിബഗയിഹിം എന്ന് പറഞ്ഞാൽ എന്താ? അവര് ആ കിതാബിൽ എഴുതി പിടിപ്പിച്ചത് കാരണമായി എന്ത് ചെയ്തു? അവരിൽ അത് ഹറാമായി നിലനിന്നു. കഴിഞ്ഞു. 46 വരെ. ഓക്കെ, വേറെന്താ? മഷ്തലത്ത് അലഹി എന്നുള്ളതിന്റെ മടങ്ങുന്നത് പറഞ്ഞു അത് മടങ്ങുന്നത് നോക്കിയേ പറ്റുള്ളൂ. നോക്കിയിട്ട് പറഞ്ഞു. പിന്നെ ഇവിടെ ഇന്നഹു റിജ്സുൻ ഔ ഫിസ്കൻ, ഓരോടത്ത് മൻസൂബ്, ഓരോടത്ത് മർഫൂആണ്. അതായത് എന്ന് പറഞ്ഞില്ലേ, മുഹറമൻ, ഹറാമാക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടില്ല. അത് എന്ത് കണ്ടില്ല? മാജിദു, അല്ലെങ്കിൽ ഫിസ്കായിട്ടുള്ളതും അധർമ്മമായിട്ടുള്ളതിനെയും അല്ലാതെ ഞാൻ കണ്ടില്ല. മൈത്തൻ ഇല്ല യക്കൂന മൈത്തൻ. ആ മൈത്തത്തിനോടാണ് ലാഭം കേട്ടോ. ലാ യക്കൂന മൈത്തൻ, മൃതദേഹമായിട്ടുള്ളതിനല്ലാതെ
ഔ ദമൻ അല്ലെങ്കിൽ ദമനല്ലാതെ, ഔ ഫിസ്കൻ അല്ലെങ്കിൽ ഫിസ്കനും അല്ലാതെ. അപ്പൊ ഇവിടെ ഔ കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നോക്കാൻ എളുപ്പമുണ്ട്. ഉം. ഔ ഫിസ്കൻ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ഔ വന്നിട്ടുള്ളതിനോട് നേരത്തെ ബന്ധപ്പെടുത്തിയാൽ മതി. ഔ ഫിസ്കൻ അതിന് മുമ്പ് ഔ വന്നത് എവിടെയാണ്? ഔ ദമൻ. ഔ ലഹ്മൽ ഖിൻസീർ. അപ്പൊ പിന്നെ ആ ഔ ദമൻ എന്ന് പറഞ്ഞെടുത്ത് അതിന് മുമ്പ് വന്നിരിക്കുന്ന വാക്ക് എന്താണോ അതിനോട് ബന്ധപ്പെടുത്തിയാണ്. ഈ വാ വരുന്നതും ഔ വരുന്നതും ഒരേപോലെയാണ് ഈ അറാബ് വരിക. വാ കൊണ്ട് മുമ്പത്തുള്ളതിനെ ബന്ധപ്പെടുത്തുമല്ലോ, അതേപോലെ ഔ കൊണ്ടും ബന്ധപ്പെടുത്തും. അപ്പൊ ഡിക്ഷൻ നമ്മള് മൈത്തൻ മൻസൂബാണ്. ഖബറു കാനയുടെ ഖബർ ആയതുകൊണ്ട് അതിന് മൻസൂബ്. ഔ ദമൻ അല്ലെങ്കിൽ ദമാണ്. അപ്പൊ എന്തായി? മൈത്തൻ ഔ ദമൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഔന് ശേഷം വരുന്നത് തൊട്ട് മുമ്പുള്ളതിന്റെ ഔ കൊണ്ട് എന്തിനോടാണ് ബന്ധപ്പെടുത്തിയത് അതിന്റെ അടയാളമായിരിക്കും അതിന് വരിക. അപ്പൊ പിന്നെ ദമൻ വന്നു. പിന്നീട് ഔ വന്നാൽ ഉറപ്പാണ് നേരത്തെ ഔ എവിടെയാണ് വന്നത് അടുത്ത ഔവിനോട് അതിനോട് ബന്ധപ്പെടുത്തണം. വന്നതുകൊണ്ട് സംശയം ഏത് റിജിസുൻ ഔ ഫിസ്കൻ എന്നാണ് നോക്കിയത്. അങ്ങനെയല്ല. അല്ല, ഇന്നഹു ഫിസ്കൻ എന്ന് പറഞ്ഞ എന്താണ്? ലഹ്മീറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നഹു റിജിസുൻ എന്ന് പറഞ്ഞത് അത് ഉസ്താദെ ഇന്നയുടെ ഖബറാവോ? ഏത് ഇന്നയുടെ? ഇന്നഹു റിജിസുൻ എന്ന് പറയുമ്പോ ഇന്നഹു റിജിസുൻ എന്ന് പറഞ്ഞ ഇന്നയുടെ ഖബറല്ല. ഇന്നഹു വന്നില്ലേ? ഹൂ വന്നു കഴിഞ്ഞു അല്ലേ അവിടെ? അവിടെ ഒരു സംശയം വന്നു. റിജിസുൻ അത് റിജിസുൻ മറ്റേത് ഫിസ്കൻ ആയത്. അപ്പൊ അത് വേറെയാണല്ല. ഇന്നയുടെ ഖബർ ഏതാണ്? ഇന്നയുടെ ഖബറിന് എന്താ അടയാളം? ഖബറിന് റഫാണ് ചെയ്യാ. അപ്പം റിജിസ് റഫായി. അല്ല, അതിവിടെ ബാധകമാണോ? എവിടെ റിജിസിന് അവിടെ ബാധകമാണ്. ഇന്നഹു എന്ന് പറയുന്നത് തീർച്ചയായും അത്. അപ്പൊ ഏതാണ്? ഹു എന്നത് ഇന്നയുടെ ഇസ്മാണ്. ഇന്നയുടെ ഇസ്മിനാണ് നെസ്ബ് വരിക. അപ്പൊ അവിടെ നെസ്ബ് കാണില്ല, കാരണം ലമീർ ആയതുകൊണ്ട്. അതെ. അപ്പോഴും അപ്പൊ വരേണ്ടത് ഇത് മുമ്പത്തേനു കൊണ്ട് പിന്നെ ഔ എന്ന് വെച്ചിട്ട് അത്ഫ് ചെയ്തപ്പം ഫിസ്കുൻ അല്ല അപ്പോഴും. അല്ല, അങ്ങനെയല്ല. അതായത് ഔ കൊണ്ട് ബന്ധപ്പെടുത്തിയത് ഏതിനോടാണ്? അതായത് യകൂന മൈത്തൻ, അതായത് ഹറാമാക്കിയത് എന്തിനെയാണ് ഹറാമാക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടത്? യകൂന മൈത്തൻ, അത് മൈത്തത്ത് ആയതിനെ ഒഴികെ, അല്ലെങ്കിൽ ദമ ഒഴികെ, അല്ലെങ്കിൽ അധർമ്മമായതൊഴികെ. മനസ്സിലായില്ലേ? അപ്പൊ ഒഴിവാക്കിയത് തന്നെയാണ് ഈ പറഞ്ഞത്. യകൂന. അപ്പൊ മൈത്തൻ ഔ പറഞ്ഞത് എന്തിനോടാണ്? മൈത്തത്ത് അല്ലെങ്കിൽ ദമ് അല്ലെങ്കിൽ ഫിസ്ക്. അപ്പൊ ആ മൂന്നിനെയും അടയാളം ഒരുപോലെയാണോ നോക്ക്. മൈത്തത്ത് മൻസൂബാണ്, ദമ് മൻസൂബാണ്, ഫിസ്ക് മൻസൂബാണ്, ലഹ്മ മൻസൂബ്. പക്ഷേ അതെ, ലഹ്മ മൻസൂബാണ്. ലഹ്മ മൻസൂബാണ്. അതിൽ തന്മീൻ വരാഞ്ഞത് ഇളാഫത്ത് ഖൻസീറിലേക്ക് ഇളാഫത്ത് ചെയ്യുന്നു. അപ്പൊ ഇന്നന്റെ ഖബറായിട്ട് വരുന്നത് ഇന്നയുടെ ഖബർ രിജിസാണ്. ഇന്ന വേറൊരു വിഷയമാണ്. അതായത് ഓരോന്നും നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കുക. രണ്ടാമത് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് വായിക്കണം എന്തൊക്കെയാണ് ഹറാമായതായിട്ട് ഞാൻ കണ്ടത്. യകൂന മൈത്തത്തൊഴികെ, ഔ ദമൻ ദമൊഴികെ, ഔ രഹമ ഖൻസീർ ഒഴികെ, ഔ ഫിസ്കൻ അധർമ്മമായതൊഴികെ. ഇതാണ് പോയിന്റുകൾ. പിന്നീടാണ് വരുന്നത് അതിന്റെ വിശദീകരണങ്ങളാണ്. ദമൻ മസ്ഫൂഹൻ, ദമ് മസ്ഫൂഹാണ്. അപ്പൊ ദമിന്റെ വിശേഷണമായിട്ട് മസ്ഫൂഹ് പറഞ്ഞു. പിന്നെ ലഹ്മ ഖൻസീർ പറഞ്ഞു. ലഹമിന് എല്ലാ വിശദീകരണം ലഹമിനെ ഖൻസീറിലേക്ക് ചേർത്ത് പറഞ്ഞു. പന്നിയുടെ മാംസമാണ്. എന്നിട്ട് പന്നി മാംസത്തിന്റെ ഒരു വിശദീകരണം കൊടുത്തു. പന്നി മാംസം മ്ലേച്ഛമാണ്, അതിന് റിജിസ്, അത് ഉറപ്പായും റിജിസാണ്. പിന്നീട് ഔ ഫിസ്കൻ എന്ന് പറഞ്ഞത് മൈത്തത്തിന്റെ ശേഷം പറഞ്ഞ ഔ ദമൻ എന്ന് പറഞ്ഞിട്ട് ഔ റഹ്മൻ, ഔ ഫിസ്കൻ. 4 കാര്യങ്ങളാണ്. ഒന്ന് യകൂന മൈത്തത്ത്, ഔ ദമൻ, ഔ റഹ്മൻ,
ഔ ഫിസ്ക് നാലെണ്ണം. ഇവിടെ ഫിസ്ക് ശരിക്കും പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ അറക്കാത്ത ഇവിടെ പറഞ്ഞ ഫിസ്ക് അള്ളാഹിന്റെതല്ലാത്ത നാമം ഉച്ചരിച്ച് അതെ അതെ അതാണ് ആ പ്രവൃത്തിനെയാണ് ഫിസ്ക് എന്ന് അതിനാണ് ഇവിടെ ഫിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നിന്റെയും വിശദീകരണം ഇവിടെ ഉണ്ട്. അഹ്മദ് ഖൽജീർ പറഞ്ഞിട്ട് ഇനഹുരിജിസ് അത് മ്ലേച്ഛമാണ്. ഫിസ്ക് എന്ത് തരം ഫിസ്കാണത്? ഉഹിലല് ഗൈരില്ല, അള്ളാഹ് അല്ലാത്തതിന്റെ പേരിൽ അറക്കപ്പെട്ടത് എന്താണ്? ഫിസിക്കാണ്, അധാർണമാണ്. അങ്ങനെയാണ്. ഓക്കെ, അപ്പോഴാ മനസ്സിലായത്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. യഥാവിധി മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ സമാധാനം പുലർന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് നിലനിന്ന് കാണാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ശാന്തി എന്നെന്നും നിലനിന്ന് കാണാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله.